സാർ, വി ലോസ്റ്റ് എ ഗ്രേറ്റ് ഹോപ്പ്. ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഈ കേസിന്റെ സുപ്രധാനമായ തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സാർ ഞാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സാർ. I can understand your situation, Kamal, but you should find an evidence immediately. മുകളിൽ നിന്നും അത്രയ്ക്ക് ശക്തമായ പ്രഷർ ഉണ്ട്. മിനിസ്റ്ററുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന രീതിയിലേക്ക് ഈ കേസ് മാറിക്കഴിഞ്ഞു. ഇറ്റ്സ് ഓൾ അവർ റെസ്പോൺസിബിലിറ്റി. പോലീസിന്റെ അനാസ്ഥ മൂലമാണ് പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തതെന്ന് മീഡിയസ് കൊട്ടിഘോഷിക്കുന്നത് താൻ കാണുന്നില്ലേ? ഉണ്ട് സാർ. സോ നമുക്കധികം സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് താൻ ഉണ്ടാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കേസ് എനിക്ക് മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ തനിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ തന്നെ ഈ കേസ് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പ്രക്ഷോഭം തുടങ്ങിക്കഴിയും. വേണ്ട സാർ, ഇനി എനിക്കൊരു കേസ് മാത്രമല്ല, ഇതൊരു ചലഞ്ചായി ഞാൻ ഏറ്റെടുക്കുകയാണ്. വിത്തിൻ നോ ടൈം ഒരു സ്ട്രോങ് എവിഡൻസുമായി സാറിനെ ഞാൻ കണ്ടിരിക്കും. അതർവൈസ് ഐ വിൽ റിസൈൻ ദിസ് ജോബ്. ഓക്കേ, പ്രൂവ് യുവർസെൽഫ്. യെസ് സാർ. കണ്ണു തുറക്കേ ബി. നിനക്കെന്നെ മനസ്സിലായില്ലേ? എബി, ഞാൻ റോസ. എബി, അവനാരും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മോളെ. ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഓർണമെന്റ്സ് വ്യക്തമാക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആണിത്. ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാ സ്റ്റേഷൻ പരിധികളിലേക്കും കേരളത്തിലെ എല്ലാ ജുവലറി ഉടമകളിലേക്കും ഗോൾഡ് മർച്ചന്റ്സിനും കൈമാറണം. അവരുമായി ബന്ധപ്പെട്ട എല്ലാ സ്വർണ്ണപ്പണിക്കാരും എത്തിക്കാം സാർ. കുറ്റവാളികൾ ഇത് വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമിച്ചാൽ ആ വഴിയിലൂടെ നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ സാധിക്കും. സോ ഡു ഇറ്റ് വിത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഡോക്ടർ, ഈസ് ദെയർ എനി ഇംപ്രൂവ്മെന്റ്? വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ്. മരുന്നുകളോട് ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മെമ്മറി ലോസിൻ്റെ കാരണം കണ്ടെത്താൻ ഞങ്ങൾക്കിതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഡെയിലി അവരുടെ ബ്രെയിനിൻ്റെ കണ്ടീഷൻ ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. യു സി, ദ ടു കേസസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. എബി കോൺഷ്യസ് ആണെങ്കിലും ഹീ ഈസ് നോട്ട് വില്ലിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ് ആൻഡ് ഹീ ഈസ് നോട്ട് റെക്കഗ്നൈസിങ് എനിവൺ. അതായത് അയാളുടെ മെമ്മറി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മറ്റേ കുട്ടിയാവട്ടെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് സ്റ്റേബിളായൊരു മെമ്മറി ഇല്ല. അത് മാറിക്കൊണ്ടിരിക്കുന്നു. സീ ദ ഡിഫറൻസ്. എന്താ ചേട്ടാ, കുറച്ച് സ്വർണം വിൽക്കാനായിട്ടായിരുന്നു. ഇരിക്കട്ടോ. പ്രണവേ, ഇതൊന്ന് ഉറച്ചു നോക്ക് കേട്ടോ. ഞാനേ കുറച്ച് ക്യാഷ് അറിഞ്ഞിട്ട് ഇപ്പോൾ വരാട്ടാ. ഹലോ, ഞാൻ NBK ജ്വല്ലറിയുടെ ഓണർ വിശ്വമാണ്. പറയൂ സാർ. അന്ന് കാണിച്ച ഫോട്ടോയിലെ ഓർണമെന്റ്സ് വിൽക്കാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. അതെ സാർ. നിങ്ങൾ ഒരു കാരണവശാലും അവനെ വിടരുത്. എങ്ങനെയെങ്കിലും അവനെ പിടിച്ചിരുത്തണം. ഉടനെ ഞങ്ങളവിടെ. ഓക്കെ. ഇതാണോ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആഭരണം? അതെ സാർ, ഇത് തന്നെയാണ് സാർ.
ഈ മാല തന്നെയാണ് സാർ ലില്ലി സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. അതെ സാർ, ഇത് തന്നെയാണ്. പറയടാ, നിനക്ക് എവിടുന്ന ഈ സ്വർണം കിട്ടിയത്? സാറേ, അതെൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ സ്വർണ്ണ. അവൻ പണയം വെക്കാൻ തന്ന. പറയടാ. പറയാം സാർ, ഞാൻ പറയാം. മദ്യപാനം എൻ്റെ ഒരു ശാപമാണ് സാർ. അതിന് കാശ് തികയാതെ വരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ പണം മോഷ്ടിക്കാറുണ്ട്. അന്ന് ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉള്ളതുപോലെ പറഞ്ഞാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. സത്യം പറയടി. മമ്മ എന്താ മോനെ? ഞാനേ നമ്മുടെ മനുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒന്ന് പോകുന്നേ. 6 മണിക്കാ പ്രോഗ്രാം. രാത്രി ഒരുപാട് വൈകരുത്, നേരത്തെ ഇങ്ങെത്തണേ. ഇല്ല മമ്മ, ഞാൻ ഒരു 9 മണിക്കാൻ വരും. ബൈ. Happy birthday to you. Happy birthday to you. Happy birthday dear Manu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Manu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Manu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Manu. എക്സാം ഒക്കെ എങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നന്നായിട്ട് പഠിച്ചായിരുന്നു. ഞാൻ മനു, നമ്മുടെ ആ പുതിയ ഡ്രഗ് ഐറ്റം കേക്ക് വെച്ച നെബിക്ക് കൊടുത്തു നോക്കിയല്ലോടാ. അത് വേണ്ട, അത് ശരിയാവില്ല. അവൻ പാവല്ലേ. ആ ഒന്നും കുഴപ്പമില്ലടാ, അവനൊന്നും ഉപയോഗിക്കില്ലല്ലോ. ഇതടിച്ചിട്ടുള്ള അവന്റെ അഭിപ്രായം ഒന്ന് കാണാമല്ലോ. ഒന്ന് നോക്കാടാ. ഈ തവണ ഭയങ്കര ടഫായിരിക്കും. അതെ, ടഫായിരിക്കും. പ്രിപ്പയർ ചെയ്യണം. ഒന്ന് പരീക്ഷിക്കല്ലേ. ചെല്ലേ. പരിപാടി കഴിഞ്ഞ് വേഗം പോകണല്ലേ? ഒരു സെക്കൻഡ്. ഓക്കേടാ, ഞാൻ ഇപ്പോൾ വരാം. എബി, ദിസ് ഈസ് സ്പെഷ്യലി ഫോർ യു. മനു വന്നതാ. വേണ്ട വേണ്ട, കഴിക്കടാ. മച്ചാ, മച്ചാ കഴിക്കേ. വേണ്ട, കഴിക്കടാ. കഴിക്കടാ. ഓക്കെ. വേണ്ടായിരുന്നു.
അടുത്തതായി ഇന്നത്തെ ദിവസത്തെ താരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ മനുവിനെ ഒരു പാട്ട് പാടാൻ ക്ഷണിക്കുകയാണ്. First of all, guys, thank you all for coming. Now it's party time. ഇനിയിപ്പോ എൻജോയ്. ഇനി ഫസ്റ്റ് പാടൂ, സെക്കൻഡ് ആടൂ. ആർമാദിക്കൂ. ഹലോ മനു. പറയലിയാ. എടാ ഇന്നലെ എനിക്ക് തന്ന കേക്കിൽ എന്തായിരുന്നു? കഴിച്ചപ്പോൾ നല്ല മൂടായിരുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അത് എടാ ഞങ്ങളിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാ. നിന്റെ ബോഡിയിലാവുന്ന പരീക്ഷിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാടാ. പക്ഷേ വല്ലാത്ത അസ്വസ്ഥത, തലയൊക്കെ വെട്ടിപ്പൊളക്കുന്നു. ഇതൊന്നും മാറാൻ എന്താടാ ചെയ്യാ? അതാ ഡ്രഗിന്റെ ഹാങ് ഓവറാടാ. അളിയാ എനിക്കത് ഒന്നും കൂടെ വേണോടാ. ഒന്നും വേണ്ട, അത് ശരിയാകത്തില്ല. അതെന്നാലും ഞങ്ങളൊരു രസത്തിന് ചെയ്താടാ. നീ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ വീട്ടില്. എനിക്കിപ്പോ നിന്നെ ഒന്ന് കാണണം, ഞാൻ കൊണ്ടുവരാം. ആ ശരി. അളിയാ. മച്ചാനെ ഡാ എനിക്ക് ഒന്നുകൂടെ വേണം. അത് വേണ്ടേ ബി, അതത്ര നല്ല ശീലമല്ല. ഇതിനൊക്കെ അഡിക്റ്റ് ആയി പിന്നെ മാറാനും പറ്റില്ല. എടാ എന്നത്തേക്ക് മാത്രം മതി, ഇനി ഞാൻ ഉപയോഗിക്കത്തില്ല.
എടാ ഈ തലവേന ഒന്ന് മാറാൻ എന്നാലും വേണ്ടേ ബി? മനു പ്ലീസ്, ഇനി ഞാൻ ചോദിക്കത്തില്ല. വേണ്ട. എടാ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പാടാ മരിക്ക്. ആ പോട്ടെ പോട്ടെ. റേറ്റ് കൂടിയിട്ടാ, സാധനത്തിനൊക്കെ ഭയങ്കര ടൈറ്റാണ്. പോലീസുകാരുടെ റെയ്ഡ് ഭയങ്കര ഇഷ്ടാ. ഞങ്ങൾ റിസ്ക് അറിയാലോ. അതൊക്കെ തരാ ഇഷ്ടാ. സാധനം എടുക്കും. ഇതേതാ പുതിയ ഐഡി? അതെൻ്റെ ഒരു കൂട്ടുകാരനെ. ഇതാ. ആ ഓ പോട്ടെ 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 പോട്ടെ. ഇപ്പൊ കാണാട്ടാ. ആ ഓക്കെ. മോൻ എവിടെ പോയതാ? മമ്മ ഞാൻ ചേട്ടാ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. What nonsense? Do you have manners? കഥ മൂട്ടിട്ടുണ്ട് വരാൻ. ഈ കഥ കൂട്ടലൊന്നും ഇവിടെ പതിവില്ലല്ലോ. എനിക്ക് സമയമൊന്നുമില്ല. ചേട്ടാ നാളെ എനിക്ക് ഇന്നലെ എക്സാം. ഒരു ചെറിയ ഡൗട്ടേ ഉള്ളൂ, ഒന്ന് പറഞ്ഞതാ. നിനക്ക് പറയാൻ മനസ്സിലാത്തില്ലേ? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇറങ്ങി പോ, ഇറങ്ങി പോടി. ചായ. പപ്പ. ആ മോളെ എന്തിനാ കരയുന്നത്? ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ ചെയ്തതാ. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. എബിയോ നിന്റെ വഴക്ക് പറഞ്ഞോ? അതെ പപ്പ, ഭയങ്കര ദേഷ്യത്തില്ല. ആഹാ, എന്നാ അവന്റെ ദേഷ്യം ഒന്ന് മാറ്റണമല്ലോ. എന്താ മോനെ, നീ പഠിക്കുമായിരുന്നോ? ആ. നീ എന്തിനാ ക്രിസ്റ്റോട് ചൂടായത്? ഞാൻ ചൂടായിട്ടൊന്നുമില്ല. ശല്യം ചെയ്യലെന്ന് പറഞ്ഞു. അയിനോ, നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. എടാ, അവൾ നിന്റെ കുഞ്ഞു പെങ്ങളാണ്. അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയ അവൾക്ക് വിഷമാവത്തില്ലേ? ആ, അതൊന്നും എനിക്കറിയത്തില്ല. എന്താ മോനെ, പഠനത്തിൻ്റെ സ്ട്രെസ്സാണോ? റിലാക്സ്. അതൊന്നുമല്ല. അപ്പോൾ പോവേ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ലീവ് മീ അലോൺ. ഐ നീഡ് സം പ്രൈവസി പ്ലീസ്. ഓക്കെ, യു ക്യാരി ഓൺ. ഓക്കെ.